ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ആൻഡ് ആഫ്റ്റർ എ ലോങ് ടൈം, എനിക്ക് തോന്നുന്നു ഏകദേശം 2 വർഷത്തിന് ശേഷമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത്. ആൻഡ് ഐ എം വെരി ഹാപ്പി ഫോർ ദാറ്റ്. കാരണം വേറെ ഒന്നുമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ യൂട്യൂബ് ചാനലിൽ എനിക്കൊരു വീഡിയോ ഇടാൻ പറ്റുക, അത് ഒരുപാട് പേര് കാണുക, നല്ല റീച്ച് നല്ല കാര്യങ്ങളൊക്കെ എനിക്ക് പേഴ്സണലി ഭയങ്കര സന്തോഷം തരുന്ന, ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യമാണ്. ആൻഡ് അതേപോലെ തന്നെ ഈ യൂട്യൂബ് ചാനൽ കാരണം എനിക്ക് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതേപോലെ തന്നെ ഒരുപാട് ഏണിങ്സ് കിട്ടിയിട്ടുണ്ട്. സോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യമാണ് ഈ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടാന്നുള്ളത്. ആൻഡ് കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ നീറ്റിന്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് അത് ലോക്കായിട്ട് ഇങ്ങനെ കിടക്കായിരുന്നു. സോ അതുകൊണ്ട് എനിക്കൊരു വീഡിയോ പോലും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഒരു അപ്ഡേറ്റ് പോലും നിങ്ങൾക്ക് തരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ആ സമയത്തൊക്കെ ഈ 2 വർഷം ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം നിങ്ങളുടെ മുമ്പിലേക്ക് നീറ്റ് കഴിഞ്ഞിട്ട് നല്ല സമാധാനത്തോടു കൂടി, അത്യാവശ്യം സന്തോഷത്തോടു കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു വീഡിയോ ആയിട്ട് വരണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. ആൻഡ് നൗ അൽഹംദുലില്ലാ, താങ്ക് ഗോഡ്, അത്യാവശ്യം സമാധാനത്തിൽ തന്നെയാണ്, സന്തോഷത്തിൽ തന്നെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇപ്പോൾ വന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീറ്റ് 2026 ഒരു റിവ്യൂ പറയാനാണ്. ആൻഡ് ഞാനിപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരുപാട് പേര് കാണുമോ അല്ലെങ്കിൽ നല്ല റീച്ച് കിട്ടുമോ എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഉറപ്പില്ല. കാരണം ഈ പറഞ്ഞ പോലെ ഏകദേശം 2 വർഷത്തെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. സോ ചിലപ്പോൾ ചാനലിൻ്റെ റീച്ചും കാര്യങ്ങളൊക്കെ ഇത്ര കൂടെ ഇടിഞ്ഞിട്ടുണ്ടാവും. സോ ഇനി ഒന്ന് റീച്ച് ഉണ്ടാക്കി വരണമെങ്കിൽ നിങ്ങളും കൂടി ഒന്ന് സഹകരിക്കണം. വേറെ ഒന്നല്ല, നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാം. സോ അങ്ങനെയാണ് നമുക്ക് ഒരുപാട് പേരിലേക്ക് എത്തിക്കാൻ പറ്റും. എന്തായാലും സമയമുണ്ടല്ലോ, നമുക്ക് എന്തായാലും ചാനലൊക്കെ പൊടിയായിട്ട് എടുക്കാം. ഓക്കെ, ഒരുപാട് കണ്ടന്റ് ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഇനിയും വരാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്താ ചെയ്യുക, ഇപ്പം ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാം. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കാം. കാരണം എനിക്കറിയാം ഇപ്പം എൻ്റെ ചാനലിൽ 25K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. സോ ഇവരെല്ലാവരും ഓഫ് കോഴ്സ് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും. ഇഷ്ടപ്പെടാത്തവരൊന്നും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യില്ലല്ലോ. എന്താ അതേപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവരിലും മെജോറിറ്റി ആൾക്കാരും എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും. സോ എന്തായാലും നിങ്ങൾ എന്താ ചെയ്യുക, ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് ബാക്കി വീഡിയോ കാണാം. അപ്പോൾ എന്തായാലും നമുക്ക് നീറ്റിന്റെ കാര്യങ്ങൾ സംസാരിക്കാം. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ലാസ്റ്റ് 2026 നീറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം എളുപ്പമായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ എളുപ്പം എന്ന് പറയുമ്പോഴും ചില ആൾക്കാരൊക്കെ പറയുന്നത് ഭയങ്കര ഈസി ആയിട്ട് എനിക്ക് പേഴ്സണലി അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. അതിനിപ്പോൾ എന്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ മൊത്തത്തിൽ അങ്ങനെ ആണോ എന്ന് എനിക്ക് അറിയില്ല. എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ആൻഡ് നല്ല നല്ല കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു നമ്മുടെ ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ. നല്ല നല്ല കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ആൻഡ് ഈ നല്ല ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ഹാർഡ്നെസ് ഓഫ് ക്വസ്റ്റ്യൻ. അതായത് ക്വസ്റ്റ്യൻ ഭയങ്കര ഹാർഡാണ് എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. ക്വസ്റ്റ്യൻ ഒക്കെ ഒരു ബേസിക് ലെവലിലുള്ള അത്യാവശ്യം നല്ലൊരു മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻ തന്നെ ആണെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് പണി കിട്ടും. അതായത് സില്ലി മിസ്റ്റേക്സ് വരാൻ ഒരുപാട് ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടാണ് എനിക്ക് ഇപ്രാവശ്യം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം എനിക്കിപ്പം ഫിസിക്സിലും കെമിസ്ട്രിയിലും കുറച്ച് എന്താ പറയുക സില്ലി മിസ്റ്റേക്സ് ഓൾറെഡി വന്നിട്ടുണ്ട്. കാരണം സില്ലി മിസ്റ്റേക്സ് പറയുമ്പോൾ ശരിക്കും അങ്ങനെ തന്നെ നമ്മൾ വിളിക്കണം, സില്ലി മിസ്റ്റേക്സ് തന്നെ വിളിക്കണം. കാരണം ചിലപ്പോൾ നമ്മൾ ആൻസർ വരെ കണ്ടെത്തിയിട്ടുണ്ടാവും, പക്ഷെ ചിലപ്പം ചോദിച്ചത് നേരെ ഓപ്പോസിറ്റ് കാര്യമായിരിക്കും. നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ചിലപ്പം ആ സമയത്ത് ആ ഒരു എക്സാമിന്റെ മൈൻഡിൽ പെട്ടെന്ന് നമുക്ക് കത്തൂല. ഓക്കെ, പക്ഷെ ഇവിടെ വന്നിട്ട് നോക്കുമ്പോഴായിരിക്കും ശരിയാണ് ഇതായാലും ചോദിച്ചാൽ നമുക്ക് തോന്നുന്നത്. സോ അങ്ങനെ കുറച്ച് സില്ലി മിസ്റ്റേക്സ് വരാൻ ചാൻസ് ഉള്ള ഒരു എക്സാം ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിന്റെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സും ആ ഒരു അഭിപ്രായം തന്നെ പറഞ്ഞിട്ടുണ്ട്. അവർക്കും ഇതേപോലെ ഒരുപാട് സില്ലി മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്. സോ ഇനി ബാക്കിയുള്ള കാര്യമൊന്നും എനിക്ക് അറിയില്ല കേട്ടോ, ബാക്കി എല്ലാവർക്കും ഇപ്പം ഇതൊന്നും വന്നിട്ടില്ല എന്നുള്ള കാര്യം അറിയില്ല. എനിക്ക് പേഴ്സണലി അങ്ങനെ ഇതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ആൻഡ് ബയോളജി കമ്പാരിറ്റീവ് ഭയങ്കര ഈസി ആയിരുന്നു. അതേപോലെ തന്നെ ഫിസിക്സും കെമിസ്ട്രിയും സംഭവം ഈസി ആണ്, പക്ഷെ നോട്ട് ദാറ്റ് മച്ച് ഈസി. അതായത് ഭയങ്കര ഈസി എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഒരു ഈസി ടു മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് എനിക്ക് രണ്ടും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇതാണ് ഇപ്രാവശ്യത്തെ നീറ്റിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ പറഞ്ഞ പോലെ എന്തായാലും ഞാൻ പെർഫോം ചെയ്ത കാര്യത്തിൽ എനിക്ക് അത്യാവശ്യം എന്താ പറയുക കോൺഫിഡൻസ് ഉണ്ട്, കുഴപ്പമില്ല. അത്യാവശ്യം ഒരു സമാധാനത്തിലും സന്തോഷത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇനി എന്താണെന്നൊന്നും അറിയില്ല, കാരണം ഒഫീഷ്യൽ ആൻസർക്ക് ഇതുവരെ വന്നിട്ടില്ല. കട്ട് ഓഫ് എത്ര ആവുമെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഇപ്പോൾ ഉള്ളൊരു അവസ്ഥ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഒരിക്കലും എനിക്ക് ഇപ്പോഴും കിട്ടുന്നുള്ള കാര്യമൊന്നും ഒരിക്കലും ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല. അതൊക്കെ റിസൾട്ട് വന്നാലേ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഒഫീഷ്യൽ ആൻസർക്ക് വന്നാലേ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, അത്യാവശ്യം ഒരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്, സന്തോഷത്തിലാണ് നിൽക്കുന്നത്. എന്തായാലും ഒന്ന് കഴിഞ്ഞ് കിട്ടിയല്ലോ, അതന്നെ ഭയങ്കര സന്തോഷം. ഓക്കെ, ആൻഡ് അതേപോലെ തന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ചിലർക്ക് ചിലപ്പോൾ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇപ്പം പറയുന്ന കട്ട് ഓഫിന്റെ തൊട്ടടുത്തായിരിക്കും ചിലപ്പോൾ മാർക്ക് വന്ന് നിൽക്കുന്നുണ്ടാകുന്നത്. ചിലപ്പം ചിലർക്ക് ഭയങ്കരമായിട്ട് മാർക്ക് കുറഞ്ഞിട്ടുണ്ടാവും, ചിലർ സേഫ് സോണിലായിരിക്കും. അപ്പം എനിക്ക് ഇവരോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പം അതിനെ പറ്റി ഒന്നും ആലോചിക്കണ്ട. കാരണം എക്സാം കഴിഞ്ഞല്ലോ, ഇനി നമുക്ക് അതിനൊന്നും ചെയ്യാനില്ല. ഓക്കെ, ഇനി ബാക്കി പഠിച്ചോണ്ട് കയ്യിലാണ്. നമുക്ക് വിധി ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും. ഓക്കെ, നമുക്ക് നല്ലതാണെങ്കിൽ നമുക്ക് കിട്ടും. അപ്പം ഇനി അതിൻ്റെ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. എക്സാം കഴിഞ്ഞു ഓൾറെഡി. ആൻഡ് ഇപ്പം ഒരു മാസം, അതായത് നമ്മുടെ റിസൾട്ട് വരുന്നവരെ ഒരു മാസം നമ്മുടെ കയ്യിലുണ്ട്. ആ ഒരു മാസം നിങ്ങൾ കംപ്ലീറ്റ്ലി എൻജോയ് ചെയ്യാം. ഓക്കെ, കംപ്ലീറ്റ്ലി എൻജോയ് ചെയ്യാം. ഫ്രണ്ട്സിലൂടെ ഒക്കെ പുറത്തു പോയി അടിച്ചു പൊളിക്കാം. കാരണം ചിലപ്പോൾ അതിനുശേഷം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എങ്ങനെയായാലും എന്തായാലും അതിനുശേഷം എൻജോയ് ചെയ്യാൻ പറ്റട്ടെ.
ചിലപ്പോൾ പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യുക. ഇപ്പം വേറെ കാര്യങ്ങളൊന്നും ആലോചിക്കണ്ട. ആൻഡ് നിങ്ങൾ ആൻസർ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ആൻസർ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ചെക്ക് ചെയ്യുക, മാർക്ക് നോക്കുക. നമുക്ക് ചിലപ്പം കുറച്ചുകൂടി സമാധാനം കിട്ടും. എന്തായാലും അതൊക്കെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചാണ്, ഞാനൊന്നും പറയുന്നില്ല. ആൻഡ് അതേപോലെ തന്നെ ചിലവർക്കൊക്കെ മാർക്ക് ഭയങ്കരമായിട്ട് കുറഞ്ഞതായിട്ട് പറഞ്ഞു. ആൻഡ് അവരൊക്കെ ചോദിക്കുന്നുണ്ട് റിപ്പീറ്റ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു 1-2 പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അങ്ങനത്തെ സ്റ്റുഡൻസിനോട്, അതായത് ഇപ്പം ആ 2 പേരോട് മാത്രമല്ല, അങ്ങനത്തെ ഒരുപാട് പേര് ചിലപ്പോൾ ഉണ്ടാവും. സോ അവരോടൊക്കെ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കംപ്ലീറ്റ്ലി ഒരു കൊല്ലം കൂടി ഡ്രോപ്പ് ചെയ്യാൻ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ, ഓക്കെ, അതായത് നിങ്ങൾക്കിപ്പം ഈ കോഴ്സ് തന്നെ വേണം, MBBS തന്നെ വേണം, ഡോക്ടർ ആണെന്ന് അത്രക്കും ഇന്റൻസ് ആയിട്ടുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഒരു വർഷം കൂടി ഡ്രോപ്പ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുക. അതല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കോഴ്സ് എടുത്താലും പ്രശ്നമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വേഗം സ്ഥലം കാലിയാക്കാം. അത് വേഗം നിങ്ങൾ ആ കോഴ്സിലേക്ക് കയറി പോകുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്. ഒരിക്കലും ഞാനിങ്ങനെ ഈ പറഞ്ഞ റിപ്പീറ്റ് ചെയ്യുന്നത് ഒരിക്കലും ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല. പക്ഷേ ചിലത് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം എൻ്റെ തന്നെ കാര്യം നോക്കുകയാണെങ്കിൽ എനിക്ക് വേറൊരു കോഴ്സും ഒരു തീരെ താല്പര്യമില്ലായിട്ടാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിൽ തന്നെ കിട്ടണം എന്നുള്ളൊരു വാശിയിലാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ കൊല്ലങ്ങളിലൊക്കെ ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തത്. സോ അങ്ങനെയുള്ള ഒരു ആഗ്രഹമുള്ള ഒരാളാണ് നിങ്ങളെങ്ങനെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ധൈര്യമായിട്ട് റിപ്പീറ്റ് ചെയ്യാം. നിങ്ങൾ ബാക്കിയുള്ളവർ പറഞ്ഞൊന്നും നോക്കണ്ട. ആൻഡ് എന്തായാലും എന്താ പറയുക, നമുക്ക് നോക്കാം. ഓക്കെ, റിസൾട്ടൊക്കെ വരട്ടെ, എന്നിട്ടൊക്കെ തീരുമാനിക്കാനാവുള്ളൂ. എന്തായാലും ഇപ്പം മാക്സിമം എൻജോയ് ചെയ്യുക, അടിപൊളിയാക്കുക. എന്തായാലും ഇനി പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇനിയും വരുന്നതാണ്. ഒരുപാട് വീഡിയോ കണ്ടന്റ് കാര്യങ്ങളൊക്കെ ഞാൻ മൈൻഡിലുണ്ട്. ഒരുപാട് കൊല്ലങ്ങളായിട്ട് ഇങ്ങനെ കാത്തു വെച്ച് ഒരുപാട് കണ്ടന്റ് ഒക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഉടൻ തന്നെ. അതേപോലെ തന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കറിയാം എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാവും. ഞാൻ അങ്ങനെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ 2 കൊല്ലം ഞാൻ വീഡിയോ ഇടാതിരുന്നപ്പോഴും ഒരു അപ്ഡേറ്റ് പോലും കൊടുക്കാതിരുന്നപ്പോഴും എൻ്റെ കാര്യം എന്തായി, കിട്ടിയോ, ഇനി കിട്ടിയില്ലെങ്കിൽ എന്തായാലും അടുത്ത വർഷം കിട്ടിട്ടോ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട്. ലൈക്ക് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഈ പറയുന്ന കമൻസിൽ തന്നെ വരാറുണ്ട്. അതല്ലാതെ പേഴ്സണലി ഒരുപാട് പേര് എന്നോട് പറയാറുണ്ട്. സോ അതിനൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ നമ്മളെ എന്താ പറയുക, നമ്മളെ സ്നേഹിക്കാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ആൾക്കാരുള്ളതിനെ ഭയങ്കര ഭാഗ്യമാണല്ലോ. ഈ ഒരു പ്രത്യേകിച്ച് ഒരു നീറ്റ് പോലുള്ള എക്സാമിൽ അങ്ങനത്തെ ആൾക്കാരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഭാഗ്യം തന്നെയാണ്. സോ എന്തായാലും അതിനൊക്കെ ഒരുപാട് താങ്ക്സ്. അപ്പോൾ നിങ്ങൾ ഇനിയും എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കുക. കാരണം ഒന്നും കഴിഞ്ഞിട്ടില്ല, ഒന്നും തീരുമാനമായിട്ടില്ല. ഇനി തീരുമാനമാകാൻ പോകുന്നേ ഉള്ളൂ, റിസൾട്ട് വരാൻ പോകുന്നേ ഉള്ളൂ. സോ എന്തായാലും എന്ത് ചെയ്യുക, നിങ്ങൾ എല്ലാവരും ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക, കൂടെ നിൽക്കുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതിലൊക്കെ അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സോ അതുവരെ എല്ലാവർക്കും ബൈ.